നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കോടികൾ മുടക്കി 4ാം വാർഷികം പൊടിപൊടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസ്ഥ ഇതാണ്. ഇപ്പോഴത്തെ അവസ്ഥ 4ാം വാർഷികം പ്രമാണിച്ച് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഹോൾഡിംഗ് സംസ്ഥാനമൊട്ടാകെ സ്ഥാപിക്കാൻ 20 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നു. ഭരണാധികാരിയുടെ പടം വയ്ക്കാൻ കോടികളുടെ ഖജനാവിൽ നിന്നൊഴുക്കാൻ മടിയില്ലാത്ത നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. തൊഴിലാളി പ്രേമം പറയുന്ന ജനകീയ സർക്കാർ 2 മാസത്തിലധികമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ശമ്പളം വർദ്ധിപ്പിക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ഇത് ധൂർത്തുമാമാങ്കത്തിന് വട്ടം കൂട്ടുന്നു. മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കൂറ്റൻ ഹോൾഡിംഗുകൾ സ്ഥാപിക്കുന്നത്. വ്യക്തിപൂജ പാടില്ലെന്ന് താത്വികമായ നിലപാടുള്ള പാർട്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്ന ഹോൾഡിംഗ് സംസ്ഥാനത്താകെ നിറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 232 രൂപ പ്രതിദിന വേതനം 700 രൂപയാക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആശമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്നത്. എന്നാൽ ഇതൊന്നും സർക്കാർ കാണുന്ന പോലുമില്ല. ആശമാർ മുടിവെട്ടി ഉരുളുനേർച്ച നടത്തി. എന്ത് ബലം? ഇതൊന്നും കണ്ട മട്ടില്ല. എൻ്റെ കേരളം ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2025 ഏപ്രിൽ 21 കാസർഗോഡ് നടക്കും. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഹോൾഡിംഗ് മാമാങ്കവും. ഇതിനായി 15.63 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ച് ഉത്തരവിറക്കി. ഹോൾഡിംഗുകളുടെ ഡിസൈനിങ്ങിനു മാത്രമായി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. LED ഡിജിറ്റൽ വാൾ ആൻഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിന് LED സ്ക്രീനിംഗ് ഉപയോഗിച്ച് വാഹന പ്രചാരണം എന്നിവയ്ക്ക് 3 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. KSRTC ബസ്സിലുള്ള പരസ്യങ്ങൾക്ക് 1 കോടി രൂപയും 35 ഹോൾഡിംഗുകളുടെ മെയിൻ്റനൻസിന് 68 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ തുക തികയാതെ വന്നാൽ അധിക ഫണ്ട് ധനവകുപ്പിൽ നിന്നും അനുവദിക്കുകയും ചെയ്യും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് 4ാം വാർഷിക ആഘോഷ പരിപാടികൾ നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സംസ്ഥാന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവരെ പരിപാടിയിൽ എത്തിക്കും. യോഗം രാവിലെ 10:30 തുടങ്ങി 12:30 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരണത്തിന്റെ 9 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന രീതിയിലാണ് ആഘോഷങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അടുത്ത് ഒരു യൂട്യൂബ് ചാനലിൽ പിണറായി സർക്കാരിന്റെ പ്രകീർത്തനം നടന്നിരുന്നു. ആളുകളെ പറഞ്ഞു പഠിപ്പിച്ച് ഒരു സർവേ കണ്ടാൽ പക്ക കോമഡി. അതിനും അപ്പുറം ഒന്നുമില്ല ഈ സർക്കാർ എന്നത് വ്യക്തം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.